പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചൊവ്വാഴ്ച കൂടി ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് കൂടി വരുവാൻ തക്കവണ്ണം ഒരുക്കിയതായിട്ടുള്ള ദൈവത്തിന് കോടാനുകൂടി സ്തോത്രവും സ്തുതിയും അർപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇപ്രകാരം ഒരാലയം ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ യാചന കേൾക്കുവാൻ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം താഴ്ന്നിറങ്ങി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കുറവുകളുള്ളവരാണ്, പോരായ്മകളുള്ളവരാണ്. എന്നാൽ സർവശക്തനായ ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാത്തവനായി നമ്മോടുകൂടി ഇരിക്കുന്നവനാണ്. നാം പാടിയതുപോലെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും നമ്മെ ഒട്ടും നിഷേധിക്കാത്തവനാണ് ഈ വലിയവനായ ദൈവം. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വീഴ്ചകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹത്തിനൊത്തവണ്ണം നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാനോ ദൈവത്തെ അനുസരിക്കുവാനോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്: ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും എന്നെ ഒട്ടും നിഷേധിക്കാതെ, അല്പം പോലും നമ്മെ മാറ്റി നിർത്താതെ, അല്പം പോലും നമ്മെ പുറകിലേക്ക് തള്ളിക്കളയാതെ, അല്പം പോലും സ്നേഹം കുറഞ്ഞു പോകാതെ സർവശക്തനായ ദൈവം നമ്മെ ഇതുവരെയും വഴി നടത്തി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാലം മുഴുവനും കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ കുറവുകളെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് നമ്മെ കൂടുതലായി അടുപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരോടും ദൈവം കുറവുകളെയാണ് വെളിപ്പെടുത്തി സംസാരിക്കുന്നത്. എല്ലാ യോഗ്യതകളും ഉള്ളതായിട്ടുള്ള ഒരുവനോട് ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: ഒരു കുറവ് നിനക്കുണ്ട്. അവൻ ചെറുപ്പം മുതൽ ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രമാണിക്കുന്നവനാണ്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവനാണ്, ദശാംശങ്ങളെല്ലാം കൊടുക്കുന്നവനാണ്. എന്നാൽ അവനോട് ഇപ്രകാരം ദൈവം പറഞ്ഞു: ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് അവൻ യേശുവിനെ വിട്ടുപോയി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കുറവുകൾ വെളിപ്പെടുത്തുന്നത് നാം വിട്ടുപോകേണ്ടതിനല്ല, ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ആരോട് അടുത്താലും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് വരും. നമുക്കെല്ലാവർക്കും അനവധി അനുഭവങ്ങളുണ്ട്. നാം ആരെ അധികം സ്നേഹിച്ചുവോ, ആരെ അധികം വിശ്വസിച്ചുവോ, ആരോടുകൂടി നാം അധികം നടന്നുവോ, അവരെല്ലാം നമ്മെ വിട്ടേച്ചു പോയി അവരെ നാം പിണങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. എന്നാൽ ദൈവത്തോട് അടുക്കുന്നത് നിനക്ക് ഏറ്റവും നല്ലത്. ഈ ലോകത്തിൽ നാം ആരോടടുത്താലും അവരെല്ലാം നമ്മുടെ കുറവുകൾ കാണുന്നവരാണ്. എന്നാൽ ദൈവത്തോടടുത്താൽ ദൈവം നമ്മുടെ കുറവുകൾ കാണുന്നവനല്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നാം ഒരിക്കലും അകന്നു പോകേണ്ടി വരികയില്ല. ദൈവം നമ്മെ വിട്ട് ഒരിക്കലും അകന്നു പോവുകയുമില്ല. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തോട് നാം അടുത്തിരിക്കേണ്ടതിന് വേണ്ടിയാണ്. കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഇന്ന് ദൈവമേ നീ ഞങ്ങളോട് സംസാരിക്കണമേ, ഇന്ന് നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാകേണ്ടതിന് നീ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കഴിഞ്ഞ മാസം നാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നമുക്ക് നല്ലൊരു മഴ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ വെള്ളമില്ലാതെ ഭാരപ്പെടുകയായിരുന്നു.
എന്നാൽ മഴയ്ക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അവിടെ നല്ല മഴ നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന് കേൾക്കുവാനിടയായി തീർന്നു. അതിൻ്റെ കാരണം എന്താകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നന്മയോ നമ്മുടെ കഴിവോ ഒന്നുമല്ല. ശലോമോന്റെ ആലയം പോലെ ദൈവം ഒരു ആലയം നമുക്ക് വേണ്ടി നൽകി. ദൈവത്തിൻ്റെ കണ്ണും ദൈവത്തിൻ്റെ ഹൃദയവും ഉള്ളതായിട്ടുള്ള, ഏത് സമയവും നിലവിളി കേൾക്കുവാൻ ചെവി തുറന്നിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയം ദൈവം നമുക്ക് നൽകി. ആ ആലയം മുഖേനയാണ്, ആലയം നൽകിയ സർവശക്തനായ ദൈവം മുഖേനയാണ് നമ്മൾ പ്രാർത്ഥിച്ചതായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും മറുപടി നൽകിയിരിക്കുന്നത്. നമ്മുടെ കഴിവല്ല, യോഗ്യതയല്ല, നമ്മുടെ ശ്രേഷ്ഠതയല്ല, എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ദാനം മാത്രമാണ്. നമുക്ക് പുകഴുവാനൊന്നുമില്ല, പ്രശംസിപ്പാനൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ സ്നേഹം, എല്ലാം ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഇന്നും നാം കൂടി വന്നിരിക്കുന്നത് അനവധി വിഷയങ്ങൾ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടിയാണ്. നാം പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഓരോ വിഷയങ്ങളും കേൾക്കുവാൻ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എന്നാൽ ദൈവം പ്രവർത്തിപ്പാൻ തടസ്സമായിട്ടുള്ളത് നമ്മുടെ കുറവുകൾ മാത്രമാണ്. കുറവുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം പഠിപ്പിക്കുന്നത് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു എന്നുള്ളതാണ്. നാം ഇന്ന് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥം തകർന്ന ഹൃദയത്തോടുകൂടി ഏക മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി നൽകുന്നവനാണ്. ആ സർവശക്തനായ ദൈവം ഇന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23 24 വാക്യങ്ങൾ വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23 24 വാക്യം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് ഒരു കണ്ണാടിയാണ്. നമ്മളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം പോയി നിൽക്കുന്നത് കണ്ണാടിയുടെ മുമ്പിലാണ്. മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം കണ്ണാടിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തിനാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മെ കൂടുതൽ ഭംഗിയുള്ളവരാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാണ്. കുറവുകൾ എന്താണെന്ന് കണ്ട് തലമുടി അലങ്കോലമായി കിടക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ നോക്കി അത് വൃത്തിയായി ചീവി വെക്കുകയും, അതുപോലെ മുഖം രാത്രി കിടന്ന് തുപ്പലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കഴുകിക്കളഞ്ഞ് വൃത്തിയാക്കുകയും, പൗഡർ ഇടണമെങ്കിൽ പൗഡർ ഇടുകയും, അതുപോലെ ക്രീം തേക്കണമെങ്കിൽ ക്രീം തേക്കുകയും, നമ്മെ തന്നെ ശോഭയുള്ളവരാക്കി സന്തോഷമുള്ളവരാക്കി ഭംഗിയുള്ളവരാക്കി തീർക്കേണ്ടതിന് വേണ്ടിയാണ് എല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നുള്ളത് ഒരു കണ്ണാടിയാണ്. അതിനർത്ഥം നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്നതാണ് ഈ കണ്ണാടി. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ളതാണ്. ഈ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിൽ കാണുന്നതായിട്ടുള്ള നമ്മുടെ സൗന്ദര്യം നോക്കുന്നതായിട്ടുള്ള കണ്ണാടിയും ആ സൗന്ദര്യം നോക്കുന്നതായിട്ടുള്ള വ്യക്തികളും മാറിപ്പോകുന്നതാണ്. എന്നാൽ ഈ കണ്ണാടി എന്നുള്ളത് ഒരു നാളും മാറിപ്പോകാത്തതാണ്. ഈ കണ്ണാടി എന്നുള്ളത് നമ്മോട് കൂടെ നടക്കുന്നതും നമ്മോട് കൂടെ ഇരിക്കുന്നതും നമ്മെ മരണശേഷം നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത് ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന നോക്കുന്നതായിട്ടുള്ള ആളോട് ഒക്കുന്നു. അതെന്താണ്? അതിന്റെ താഴത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ടു ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. നാം രാവിലെ കണ്ണാടി നോക്കിയാൽ നമ്മുടെ കുറവുകളെല്ലാം ക്രമീകരിച്ച് നമ്മെ ഭംഗിയുള്ളവരാക്കി തീർത്താൽ നാം അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നാം എപ്രകാരമായിരുന്നു എന്ന് നാം മറന്നു പോകുന്നവരാണ്. കാരണം നാം പോകുന്ന വഴിക്ക് കണ്ണാടി ഒന്നും കൊണ്ടുപോകാറില്ല.
നാം മറ്റൊരിടത്ത് എത്തുമ്പോഴാണ് അവിടെ കണ്ണാടി ഉണ്ടെങ്കിലേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനെ അർത്ഥം നാം എന്ത് കണ്ടാലും അത് ഉടനെ മറന്നു പോകുന്നവരാണ്. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വചനം എന്നുള്ളത് ഒരിക്കലും നാം മറക്കുവാൻ കഴിയാത്തതാണ്. നാം എല്ലാവരും വചനം കേൾക്കുന്നവരാണ്. ഞായറാഴ്ച വചനം കേൾക്കും, വെള്ളിയാഴ്ച വചനം കേൾക്കും, ചൊവ്വാഴ്ച ദിവസം വചനം കേൾക്കും. നാം വചനം വായിക്കുന്നവരാണ്. എന്നാൽ എത്ര പേർക്ക് ആ വചനങ്ങൾ ഓർമ്മയുണ്ട്? ഞായറാഴ്ച വരുമ്പോൾ നാം എല്ലാവരും ഹല്ലേലൂയ പറയും. ഞായറാഴ്ച വരുമ്പോൾ വചനം കേൾക്കുമ്പോൾ, വെള്ളിയാഴ്ചകളിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് ദൈവം അരുളി ചെയ്തതായിട്ടുള്ള വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ എത്ര മനോഹരം, എത്ര നല്ലത്, എൻ്റെ കുറവുകൾ ദൈവം വെളിപ്പെടുത്തി എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ ആലയം വിട്ട് കഴിഞ്ഞാൽ ഈ വചനങ്ങളെല്ലാം നാം മറന്നു പോകുന്നവരാണ്. എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ, നാം ആ കണ്ണാടിയിൽ നോക്കുന്നത് ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമല്ല നാം കണ്ണാടിയിൽ നോക്കേണ്ടത്, ദൈവത്തിന്റെ വചനം നോക്കേണ്ടത്. നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഈ കണ്ണാടിയിൽ നാം നോക്കിക്കൊണ്ടിരിക്കണം. ഇല്ല എങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, കണ്ണാടിയിൽ നോക്കുന്നതായിട്ടുള്ള വ്യക്തി തന്റെ രൂപം മറന്നു പോകുന്നത് പോലെ നാം മറവിയുള്ളവരായി തീരും. മറവിയുള്ളവരായി തീരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നാം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഈ വചനത്തെ നീ ഉയർത്തിയാൽ ഈ വചനം നിന്നെ ഉയർത്തും. ഈ വചനത്തെ നീ മാനിച്ചാൽ ഈ വചനം നിന്നെ മാനിക്കും. ഈ ദൈവത്തെ നീ സ്നേഹിച്ചാൽ ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തോട് കൂടുതലായി അടുത്താൽ, ഈ വചനത്തെ നാം മുറുകെ പിടിച്ചാൽ, നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മെ പുതിയ സൃഷ്ടികളാക്കി തീർത്തുകൊണ്ടേയിരിക്കും. വചനം നോക്കാതിരുന്നാൽ, വചനം വായിക്കാതിരുന്നാൽ, വചനം ശ്രദ്ധിക്കാതിരുന്നാൽ, വചനം അനുസരിക്കാതിരുന്നാൽ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ സാധ്യമല്ല. ഒരു ഉദാഹരണം ഇപ്രകാരം നിങ്ങളോട് പറയുകയാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാണ് ദൈവം വിഗ്രഹാരാധിയായിരുന്ന, വിഗ്രഹങ്ങളെ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകേണ്ടതിന് വേണ്ടിയാണ്. ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു, അബ്രഹാമേ, നീ നിന്റെ പിതൃദേശത്തെയും ഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടുക. അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ട് യാത്ര പുറപ്പെട്ടു. അബ്രഹാം അവസാനം വരെയും, തന്റെ മരണം വരെയും ദൈവത്തിന്റെ ശബ്ദം അവൻ മുറുകെ പിടിക്കുവാനുള്ള ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് ആ കാരണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവൻ പോകുന്ന ഇടത്തെല്ലാം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ആ യാഗപീഠത്തിൽ അവനെ ആരാധിക്കുന്നവനായിരുന്നു. അവനെ ആരാധിച്ചതിന്റെ അനന്തര ഫലമായിട്ടാണ് അവൻ കാണപ്പെടുന്നതിൽ ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല. അവന്റെ വിശ്വാസം സർവശക്തനായ ദൈവത്തിലായിരുന്നു. അവന്റെ കണ്ണ് ദൈവത്തിലായിരുന്നു. അവന്റെ ഹൃദയം ദൈവത്തിലായിരുന്നു. അവന്റെ നടപ്പ് ദൈവത്തിലായിരുന്നു. അവന്റെ വഴികളൊക്കെയും ദൈവത്തിലായിരുന്നു. അപ്പോൾ അവൻ ദൈവസന്നിധിയിൽ നിന്ന് വിട്ടുപോകാതെ സ്വർഗരാജ്യത്തെ അബ്രഹാമിന്റെ മടി എന്ന് വിളിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. അബ്രഹാമിനെ എന്റെ സ്നേഹിതൻ എന്ന് ദൈവം വിളിക്കുവാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഈ കണ്ണാടിയിൽ അവൻ നോക്കുന്നവനായിരുന്നു. ഈ സത്യദൈവത്തെ അവൻ മുറുകെ പിടിക്കുന്നവനായിരുന്നു. ഈ ജീവനുള്ള ദൈവത്തെ അവൻ ആരാധിക്കുന്നവനായിരുന്നു. അവൻ വന്നത് എന്തിനായിരുന്നു എന്നും അവനെ വിളിച്ചത് എന്തിനായിരുന്നു എന്നും എവിടേക്ക് പോകേണ്ടതിനാണ് അവനെ തിരഞ്ഞെടുത്തതെന്നും അവൻ മറന്നു പോകാതിരിക്കുവാനുള്ള കാരണം അവന്റെ ജീവിത യാത്രയിൽ ആരാധന അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുവാനുള്ള കാരണം നിത്യമായി നമ്മുടെ ജീവിതത്തിൽ ആരാധനയില്ല. ആഴ്ചയിൽ ഒരു ദിവസം അത് ആർക്കോ വേണ്ടി ആരാധിക്കുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉറപ്പായിട്ടും വേണം, നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് നാം മറക്കാത്തവരായിരിക്കണം. എവിടേക്ക് പോകേണ്ടതിനാണ് വിളിച്ചത് എന്ന്
എന്ന് നാം മറക്കാത്തവരായിരിക്കണം. വിളിച്ചവനായ ദൈവം ആരാകുന്നു എന്ന് നാം മറക്കാത്തവരായിരിക്കണം. വിളിച്ചത് എവിടേക്ക് വേണ്ടിയാകുന്നു എന്ന് നാം മറക്കാത്തവരായിരിക്കണം. എന്നാൽ അബ്രഹാമിനോടുകൂടെ പുറപ്പെട്ടതായിട്ടുള്ള ലോത്ത് ഇപ്രകാരം ചെയ്യുവാനിടയായി തീർന്നു. അവന്റെ ജീവിതയാത്രയിൽ പോകുന്ന വഴിക്ക് അവൻ യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള നല്ല പ്രദേശം അവൻ കണ്ടു. നമ്മെ വിളിച്ചത് സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതിനു വേണ്ടിയാണ്. ഈ യാത്രയിൽ നാം അനവധി കാര്യങ്ങൾ കാണും. ആ കാണുമ്പോൾ അവിടേക്ക് നോക്കുവാനോ അതിനൊത്തവണ്ണം ജീവിക്കുവാനോ അല്ല ദൈവം നമ്മെ വിളിച്ചത്. വാഗ്ദത്തം ചെയ്തതായിട്ടുള്ള ദേശത്തേക്ക് യാത്ര ചെയ്യുവാനാണ്. ഇവിടെ ലോത്ത് യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശം കണ്ടതുകൊണ്ടല്ല ഈ ലോത്ത് നശിച്ചു പോകുവാനുള്ള കാരണം. ആ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശം കണ്ടപ്പോൾ അവൻ വന്നത് എന്തിനു വേണ്ടിയാകുന്നു എന്ന് മറന്നുപോയത് കൊണ്ടാണ്. അബ്രഹാം യോർദാൻ അരികെയുള്ള പ്രദേശം അബ്രഹാമിന് ലഭിച്ചിരുന്നുവെങ്കിൽ അബ്രഹാം ഒരിക്കലും ഈ യോർദാൻ അരികെയുള്ള പ്രദേശത്ത് ദൈവത്തെ മറക്കുന്നവനാകുമായിരുന്നില്ല. കാരണം നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, ഞാൻ എവിടെ പോയാലും ഞാൻ ദൈവത്തിന്റെ പുറകെയാണ് ഞാൻ പോകുന്നത്. അതാണ് അബ്രഹാമിന്റെ ഉള്ളിലുണ്ടായിരുന്നതായിട്ടുള്ള തീരുമാനം. എന്നാൽ യോർദാൻ അരികെയുള്ള നല്ല പ്രദേശം കണ്ടപ്പോൾ ലോത്ത് പോകുന്നതായിട്ടുള്ള യാത്ര എവിടേക്ക് എന്ന് അവൻ മറന്നുപോയി. അവന് ആരാധന മറന്നുപോയി, അവൻ ദൈവത്തിലുള്ള വിശ്വാസം മറന്നുപോയി, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നത് മറന്നുപോയി, യാഗപീഠം ഉണ്ടാക്കി ആരാധിക്കുന്നത് അവൻ മറന്നുപോയി. അവന്റെ നോട്ടം മുഴുവനും, അവന്റെ ജീവിതം മുഴുവനും, അവന്റെ യാത്ര മുഴുവനും യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശങ്ങളിലായിരുന്നു. എന്നാൽ അബ്രഹാം നോക്കിയത് ദൈവത്തെയാണ്. അബ്രഹാം കാണപ്പെടുന്നതിന് ഒന്നിനെയുമല്ല നോക്കിയത്. അബ്രഹാം ഏറ്റവും വലിയ സമ്പത്തുള്ളവനായിരുന്നു. ഏറ്റവും ആടുമാടുകളും കന്നുകാലികളും എല്ലാം ഉണ്ടായിരുന്നതായിട്ടുള്ള അനവധി പ്രദേശങ്ങൾ സ്വന്തമായിട്ടുണ്ടായിരുന്നതായിട്ടുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. എന്നാൽ അബ്രഹാം അതിലേക്ക് ഒന്നിലുമല്ല നോക്കിയത്, സർവശക്തനായ ദൈവത്തിലേക്കാണ് നോക്കിയത്. ഇന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലേക്ക് നോക്കുവാനല്ല, ഈ ലോകത്തിലെ ഉയർച്ച പ്രാപിക്കുവാനല്ല, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾ നേടുവാനല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടമെല്ലാം സ്ഥിരതയോടുകൂടെ നാം ഓടേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ലോത്ത് ഓടിയില്ല. ലോത്ത് യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശങ്ങളെ നോക്കിക്കൊണ്ട് അവിടെ അവൻ താമസം ഉറപ്പിച്ചു. അവിടത്തെ ഒരു അധികാരിയായി, ഒരു MLA ആയി ഭരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ലോകത്തിലേക്ക് നോക്കുന്നവനായി തീർന്നു. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ലോകത്തെ നോക്കുവാനല്ല. ദൈവം നമുക്ക് സമാധാനം നൽകിയത്, സന്തോഷം നൽകിയത്, നമുക്ക് നല്ലൊരു ഭവനം നൽകിയത് അതിലേക്ക് നോക്കുവാനല്ല. ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം കൽപ്പിച്ചതായിട്ടുള്ള ഇടത്തേക്ക് യാത്ര പുറപ്പെടേണ്ടതിന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള നഗരമില്ല എന്നറിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നതായിട്ടുള്ള പട്ടണത്തിന് വേണ്ടി ഓടേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ഈ യാത്രാ മധ്യത്തിൽ യോർദാൻ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശം കണ്ടപ്പോൾ അവൻ വാഗ്ദത്ത ദേശം മറന്നുപോയി. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ തോൽവി അതാണ്. എന്താകുന്നു എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ അനുഗ്രഹങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ, സ്ഥാനമാനങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ മറക്കുന്നവരായി തീരും. എന്നാൽ ലോത്തിനെ പോലെയല്ല നാം ആകേണ്ടത്. ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള അബ്രഹാമിനെ പോലെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം നന്മകൾ ഉണ്ടെങ്കിലും, എത്രയേറെ സമ്പത്തുകൾ അവനുണ്ടെങ്കിലും അവൻ അതിലൊന്നിലുമല്ല നോക്കിയത്. സർവശക്തനായ ജീവനുള്ള ദൈവത്തെയാണ് അവൻ നോക്കിയത്. അവൻ ദൈവത്തെ നോക്കിയത് കൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. അവന്റെ മുഖം ലജ്ജിച്ച് പോകുവാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അവൻ എന്നും ജീവനുള്ള ദൈവത്തെ അവൻ നോക്കുന്നവനായിരുന്നു. അവൻ എന്നും കണ്ണാടിയിൽ നോക്കുന്നതായിട്ടുള്ള, ജീവനുള്ള ദൈവത്തെ നോക്കുന്നതായിട്ടുള്ള, കുറവുകളെ കാണുന്നതായിട്ടുള്ള, കുറവുകളെ
ക്രമീകരിക്കുന്നതായിട്ടുള്ള വാഗ്ദത്ത ദേശത്തിന് വേണ്ടി ഓടുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ തോൽവി എന്താണ്? നമ്മൾ ഓരോരുത്തരും ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം തിരഞ്ഞെടുത്തതായിട്ടുള്ള അഭിഷിക്തന്മാരാണ്. ദൈവത്തിന്റെ ദാസനിലൂടെ കരം വെച്ച് വേർതിരിച്ചതായിട്ടുള്ള അപ്പോസ്തലന്മാരാണ് ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും. എന്നാൽ നമ്മുടെ ജീവിതയാത്ര എന്താണ്? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? ദൈവം നമ്മെ എവിടേക്കാണ് വിളിച്ചത്? നാം മറന്നു പോകുന്നവരാണോ? നാം ദൈവത്തെ മറക്കുന്നവരാണോ? ലോകത്തിനെ പോലെ നീരോട്ടമുള്ള പ്രദേശങ്ങൾ നോക്കുന്നവരാണോ? ലോകത്തിലെ ഉയർച്ചകളും അനുഗ്രഹങ്ങളും നോക്കുന്നവരാണോ? എങ്കിൽ വാഗ്ദത്ത ദേശം പ്രാപിപ്പാൻ സാധ്യമല്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കുറവുകൾ ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെടുത്തിയത്? അബ്രഹാമിനെ പോലെ, അപ്പോസ്തലന്മാരെ പോലെ, സർവശക്തനായ ദൈവത്തിന്റെ ദാസനെ പോലെ ആ വാഗ്ദത്ത രാജ്യം നാം പ്രാപിക്കണം. ആ വാഗ്ദത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ ആ ദൈവത്തോടുകൂടെ നാം യാത്ര പുറപ്പെടണം. ആ ദൈവത്തിങ്കിലേക്ക് നാം നോക്കണം. വചനമെന്ന ദൈവത്തിന്റെ കണ്ണാടിയിൽ നോക്കി കുറവുകളെ ക്രമീകരിക്കുന്നവനായി തീരണം. ദൈവം വെളിപ്പെടുത്തുന്നതായിട്ടുള്ള കുറവുകൾ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണ പ്രാപിക്കുന്നവരായി തീർന്നാൽ മാത്രമേ ആ വാഗ്ദത്ത രാജ്യം നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ അബ്രഹാം എവിടെയും നിന്നും ഓടേണ്ടി വന്നില്ല. എന്നാൽ ലക്ഷ്യം മാറിയതായിട്ടുള്ള ലോത്തിന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. കാരണം ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായ നഗരമില്ല. ഇവിടെ കാണുന്നതെല്ലാം താൽക്കാലികമാണ്. കാണാത്തതായിട്ടുള്ള നിത്യരാജ്യമുണ്ട്. ആ നിത്യരാജ്യമാണ് ദൈവം നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത്, അബ്രഹാം ദൈവത്തെ അനുഗമിച്ചു, ലോത്ത് ആ കുറവുകൾ അവൻ കണ്ടില്ല. കാരണം അവന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ദൈവവുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്? ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള സ്നേഹം നാം പാടിയതുപോലെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ചവനായിട്ടുള്ള ദൈവത്തോട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട്, എത്രമാത്രം സ്നേഹമുണ്ട്, എത്രമാത്രം നാം അവനെ സ്നേഹിക്കുന്നു, എത്രമാത്രം നാം അവനെ അനുസരിക്കുന്നു, എത്രമാത്രം നാം അവനെ വിശ്വസിക്കുന്നു, എത്രമാത്രം വിശ്വസ്തയോടുകൂടി നാം ആയിരിക്കുന്നു എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവസന്നിധിയിൽ ശോധന ചെയ്യേണ്ടത്. ഇന്ന് കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കാണ് കരുണ പ്രാപിപ്പാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഹല്ലേലൂയ. ഉടനെ മറന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അനുഗ്രഹം പ്രാപിക്കുന്നത് വരെ നാം ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണ്. ആരാധന മുടക്കുകയില്ല, പ്രാർത്ഥന മുടക്കുകയില്ല. ഈ ആലയത്തിൽ പ്രാർത്ഥന ഇല്ലെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ചു പോകുന്നവരാണ്. എന്നാൽ രോഗം മാറി, പ്രയാസങ്ങൾ മാറി, കഷ്ടത മാറി, കണ്ണുനീർ മാറി, അപ്പോൾ ആരാധനയിൽ കുറവുകൾ വന്നുപോയി. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? രോഗിയായിരുന്നപ്പോൾ നമുക്ക് ബന്ധുക്കാരില്ല, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് സ്വന്തക്കാരില്ല, രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും മരണം മാത്രം മുന്നിലുണ്ടായിരുന്നപ്പോൾ നമുക്ക് യാതൊരു ബന്ധുമിത്രാദികളും ചാർച്ചക്കാരുമില്ല, യാതൊരു അടിയന്തരമില്ല, കല്യാണമില്ല, യാതൊന്നുമില്ല. എന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചപ്പോൾ, ദൈവം നമ്മെ മാനിച്ചപ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ, ദൈവം നമ്മെ ഉയർത്തിയപ്പോൾ, നമ്മുടെ തെറ്റുകളും കുറവുകളെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം നമ്മെ കൺമണി പോലെ കാത്തു പരിപാലിക്കുമ്പോൾ ദൈവത്തെ മറന്ന് നാം മുന്നോട്ട് പോകുന്നവരല്ലേ? ഇന്ന് ദൈവത്തിന് മുമ്പാകെ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞേ മതിയാവുകയുള്ളൂ. ദൈവത്തെ ആരാധിക്കുവാൻ വീഴ്ച വരുത്തിയെങ്കിൽ അത് ദൈവത്തോട് ഏറ്റു പറയണം. രോഗിയായി മരണത്തോടുകൂടി കിടന്നപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടതയിൽ നിലവിളിച്ചപ്പോൾ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണുനീരിന്റെ താഴ്വരയിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദനയിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ദൈവം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ.
ആ ദൈവത്തെ മറന്ന് നീ ജീവിക്കരുത്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, കള്ളനെ കണ്ടാൽ നീ അവൻ അനുകൂലപ്പെടുന്നു. ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 50-ാം സങ്കീർത്തനം. നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. ദൈവം നമ്മെ ശാസിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണ്. ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെ തല്ലുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നത്, നീ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. വചനം കേൾക്കുന്നവരാണ്, എന്നാൽ അതനുസരിക്കാത്തവരാണ്. വചനം കേൾക്കുന്നവരാണ്, ഹല്ലേലൂയ പറയുന്നവരാണ്, എന്നാൽ അതിനൊത്തവണ്ണം നാം ജീവിക്കാത്തവരാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, കേട്ടില്ല എങ്കിൽ ന്യായവിധിയിൽ പോകേണ്ടി വരും എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇവിടെ ശാസനയെ വെറുത്തു, എന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു, നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുമ്പിൽ അവയെല്ലാം ഞാൻ നിരത്തി വെക്കും. ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തെ മറച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ട് നാം മൗനമായി ഇരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം നിന്റെ കണ്ണിൻ മുമ്പിൽ ഞാൻ നിരത്തി വെക്കും. എന്നിട്ടോ ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. വിടുവിപ്പാൻ ആരുമില്ല, രക്ഷിപ്പാൻ ആരുമില്ല, സഹായിപ്പാൻ ആരുമുണ്ടാവുകയില്ല. ഇപ്പോൾ നീ കൂട്ടുകൂടുന്നവരും നിന്നെ സ്നേഹിക്കുന്നവരൊന്നും ആ സമയത്ത് നിന്നോട് കൂടെ ഉണ്ടാവുകയില്ല. നിന്നെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് അവന് ദൈവത്തിന്റെ രക്ഷയെ കാണും. അപ്പോ സ്തോത്രം എന്ന യാഗം അർപ്പിക്കണം. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് ദൈവത്തിന് സ്തോത്രം? നമുക്ക് ഭക്ഷണം തന്നതിന്, ആഹാരം തന്നതിന്, വസ്ത്രങ്ങൾ തന്നതിന്, ഭവനം തന്നതിന്, നമുക്ക് ശ്വാസം എടുക്കുവാൻ തക്കവണ്ണം ജീവൻ നൽകിയതിന്, ഒരു കുറവും കൂടാതെ നടത്തുന്നതിന് ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനർത്ഥം എപ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറയുന്നവരായിട്ടല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടപ്പാനായിട്ട് കഴിയുകയുള്ളൂ. വെറുതെ സ്തോത്രം സ്തോത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ സ്തോത്രം ഹൃദയത്തിൽ നിന്നായിരിക്കണം. ദൈവം തന്നതായിട്ടുള്ള രക്ഷ നാം മറക്കാതെ വണ്ണം അതിനെ ഓർത്തുകൊണ്ട്, നമ്മുടെ കഠിനമായിട്ടുള്ള പാപങ്ങളെ ക്ഷമിച്ചതായിട്ടുള്ള സ്നേഹത്തെ ഓർത്തുകൊണ്ട്, കുപ്പയിൽ നിന്ന് നമ്മെ ഉയർത്തിയതായിട്ട്
ചെയ്തതായിട്ടുള്ള സ്നേഹത്തെ ഓർത്തുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടന്നതായിട്ടുള്ള നമ്മെ രക്തക്കറകളെല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു കണ്ണിനും ദയതോന്നാതെ കിടന്നിരുന്നതായിട്ടുള്ള നമ്മെ എടുത്തതായിട്ടുള്ള സ്നേഹത്തെ ഓർത്ത് ചതഞ്ഞ ഓടകളാകുന്ന നമ്മെ ഒടിച്ചു കളയാതെ, പുകയുന്ന തിരിയാകുന്ന നമ്മെ കെടുത്തി കളയാതെ, ശത്രുവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാതെ സ്നേഹിച്ചവനായ ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും ശക്തിയോടും സ്നേഹത്തോടും കൂടെ അവന് സ്തോത്രം ചെയ്യുന്നതാണ് അവൻ ഏറ്റവും പ്രിയമായിട്ടുള്ള കാര്യം. ഇവിടെ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന്. അപ്പോൾ ദൈവം നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തുന്നത് നമ്മുടെ നടപ്പിനെ നമ്മൾ ക്രമപ്പെടുത്തേണ്ടതിനു വേണ്ടിയാണ്. നമ്മളാൽ യാതൊന്നും സാധ്യമല്ല, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സകലതും സാധ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാണ്. ഇന്ന് പാപത്തെക്കുറിച്ച് ബോധ്യമുണ്ടോ? നീതിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? ന്യായവിധിയെക്കുറിച്ച് ബോധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തും, കുറവുകളെല്ലാം തീർക്കും, പോരായ്മകളെല്ലാം തീർക്കും, അവിശ്വസ്തകളെല്ലാം തീർക്കും, അനുസരണക്കേടുകളെല്ലാം തീർക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. നമ്മെ വിളിച്ചത് വീണതിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുവാനാണ്. വീണെടുത്ത് കിടന്ന് അവിടെ തന്നെ കിടക്കുവാനല്ല, പിന്നെയും കുഴിയിലേക്ക് പോകുവാനല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാൽ വീണ് കിടത്ത് നിന്ന ഇടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തികളെ ചെയ്യുക. അതിനർത്ഥം കർത്താവിനോട് ചേർന്ന് ജീവിക്കുക, അവന്റെ വഴിയിൽ കൂടി നടക്കുക, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, വീഴ്ചകളെല്ലാം ദൈവത്തോട് ഏറ്റുപറയുക. മുടിയനായ പുത്രനെ പോലെ, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് ദൈവത്തിന്റെ മുമ്പാകെ സമ്മതിക്കുന്നതാണ് സർവശക്തനായ ദൈവത്തിന് പ്രിയം. അവിടെ വായിച്ചു കേട്ടത്, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. അപ്പോൾ ദൈവത്തിന്റെ രക്ഷ നാം കാണണമെങ്കിൽ, ദൈവത്തിന്റെ രക്ഷ നാം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ നടപ്പിനെ നാം ക്രമപ്പെടുത്തുന്നവരായിരിക്കണം. അപ്പോൾ ഈ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നതായിട്ടുള്ള നാളുകൾ തുടങ്ങി ഇന്ന് വരെയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് എന്തെല്ലാം വന്നു, അതാണ് നാം ശോധന ചെയ്യേണ്ടത്. അത് ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ, നടപ്പിനെ നാം ക്രമപ്പെടുത്തിയാൽ ദൈവത്തിന്റെ രക്ഷ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ കുറിവാക്യത്തിലേക്ക് കടന്നു വരാം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അപ്പോൾ വചനം കേൾക്കുന്നവർ മാത്രമല്ല, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരുമായി തീരണം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഈ പ്രവചന പുസ്തകത്തിലെ വാക്കുകൾ വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാണ്? പ്രമാണിക്കുന്നവർക്ക് മാത്രമേ ആ സ്വർഗരാജ്യം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. കൊരിന്ത്യ ലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എല്ലാവരും മോശയോട് ചേർന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, ഒരേ ആത്മീക ആഹാരം തിന്നു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ചതായിട്ടുള്ള ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിനായി ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മുടെ ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മെ ഉപദേശിക്കുന്നത് നാം കൊള്ളാകുന്നവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. കൊള്ളാകുന്നവർക്ക് മാത്രമേ, നല്ലവർക്ക് മാത്രമേ ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം നല്ലവരായി തീരേണ്ടതിനാണ് ഈ വചനം. നാം നല്ലവരായി തീരേണ്ടതിന് വേണ്ടിയാണ് ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ സർവശക്തനായ ദൈവം നമുക്ക് കാണിച്ചു നൽകിയിരിക്കുന്നത്. ആ ദൈവം കാണിച്ചതായിട്ടുള്ള വഴികളെ വിട്ട് ഒരിക്കലും നാം ഇടത്തോട്ട് പോകരുത്. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, വചനം കേൾക്കുന്നു,
വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. അപ്പോൾ ഈ വചനം നമുക്ക് ദൈവം നൽകിയത് മറന്നു പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധിക ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിച്ചു കേട്ടത് വല്ലപ്പോഴും ഒഴുകി പോകേണ്ടതിന് വേണ്ടിയല്ല. ഈ ലോകത്തിലെ ആയിരിക്കുന്നതായിട്ടുള്ള ലോകക്കാരെ പോലെ നാം ആയിത്തീരേണ്ടതിന് വേണ്ടിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, കഷ്ടതയിൽ നിന്നും സർവശക്തനായ ദൈവം നമ്മെ വിളിച്ചത് ഒഴുകി പോകാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒഴുകി പോകാതിരിക്കണമെങ്കിൽ കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളണം. ഇത് സർവശക്തനായ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം കേൾക്കുന്നവർ മാത്രമല്ല, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരുമായിരിക്കണം. കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെയും, കണ്ടിട്ടും കാണാത്തവരെ പോലെയും, എല്ലാം അറിഞ്ഞിട്ടും ഗ്രഹിക്കാത്തവരെ പോലെയും ആയി തീരേണ്ടതിന് വേണ്ടിയല്ല, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ ആവശ്യമാണ്. ഒഴുകി പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കേട്ടത് അധികം ശ്രദ്ധയോടുകൂടെ കരുതിക്കൊള്ളുക എന്നുള്ളത്. ശ്രദ്ധയോടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അധിക ശ്രദ്ധയോടുകൂടി കരുതിക്കൊള്ളുക. അതിനർത്ഥം ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ള വചനം, അത് നീ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അതിന്റെ താഴത്തെ വാക്യത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം, ചെയ്തതായിട്ടുള്ള വചനം സ്ഥിരമായിരിക്കുകയും ദൈവം തന്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് അരുളി ചെയ്തതായിട്ടുള്ള വചനമെല്ലാം സ്ഥിരമായ വചനമാണ്. അതെല്ലാം സാധ്യമാകുന്ന വചനമാണ്. ആ വചനമെല്ലാം പ്രവർത്തിച്ചതായിട്ടുള്ള വചനമാണ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം കൊടുക്കുകയും ചെയ്തു. അതിനെ അർത്ഥം ദൈവം നമ്മെ ഉപദേശിക്കുന്നതിനൊത്തവണ്ണം നാം അനുസരിച്ചില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചില്ല എങ്കിൽ, ഓരോരോ ലംഘനത്തിനും പാപത്തിനും അതിൻ്റെതായിട്ടുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. ഇവിടെ ഒരിക്കൽ കൂടി ആ വചനം വായിക്കാം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാത്തവർക്ക്, ദൈവത്തിന്റെ ആലോചനയ്ക്ക് അപ്പുറം പോയവർക്കുള്ള ശിക്ഷ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ കൊടുത്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. ദൂതന്മാർ അരുളി ചെയ്തതായിട്ടുള്ള വചനം നിവൃത്തിയാകുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിന് തക്കതായ പ്രതിഫലം അവർ പ്രാപിച്ചിട്ടുണ്ട്, പിതാക്കന്മാരെല്ലാവരും. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതായിട്ടുള്ള വചനത്തിന് അനുസരണക്കേട് വന്നതുകൊണ്ടാണ് തക്കതായിട്ടുള്ള ശിക്ഷ പ്രാപിച്ചത്. എന്നാൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവമാണ് സംസാരിച്ചിരിക്കുന്നത്. അതെപ്രകാരം അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും വിവിധ
വീര്യപ്രവൃത്തികളോടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം അടയാളങ്ങൾ, എന്തെല്ലാം വീര്യപ്രവൃത്തികൾ നാം ചിന്തിക്കാത്തതും നാം നിരൂപിക്കാത്തതുമായുള്ള, സ്വപ്നത്തിൽ പോലും കാണാത്തതായിട്ടുള്ള അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആത്മാവിലും സത്യത്തിലും നാം ആരാധിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തുന്ന ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. സ്വാതന്ത്ര്യമാക്കുന്നതായിട്ടുള്ള ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. സകല സത്യത്തിലും വഴി നടത്തുന്നതായിട്ടുള്ള ആത്മാവ് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ഒഴിയുവാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ആരെല്ലാം ഒഴിഞ്ഞു പോയാലും നമുക്ക് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതായിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ഉറപ്പിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് വഴി നടത്തുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവാണ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതായിട്ടുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ, വചനം അനുസരിക്കാതെ പോയാൽ, വചനത്തിനൊത്തവണ്ണം ജീവിക്കാതെ പോയാൽ, അവനെ ആരാധിക്കാതെ പോയാൽ, അവനെ സ്നേഹിക്കാതെ പോയാൽ, അവനോട് പ്രാർത്ഥിക്കാതെ പോയാൽ, അവനോട് സ്തോത്രം പറയാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. അത്രയേറെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് വഴി നടത്തുന്നത്. ഹല്ലേലൂയ. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്യുകയല്ല നമ്മോട് ചെയ്തത്. ദൈവം വാനസേനയോടുകൂടി നമ്മുടെ മധ്യേ താഴ്ന്നിറങ്ങി വരികയും ഇപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മോട് സംസാരിക്കുകയും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറവുകളെല്ലാം വെളിപ്പെടുത്തുകയും എന്നിട്ടും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നമ്മെ നടത്തുന്നതായിട്ടുള്ള സ്നേഹത്തെ മറന്ന് നീ ജീവിച്ചാൽ തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. എനിക്കിങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരമായി തീർന്നത് എന്ന് തെറ്റിയൊഴിയുവാൻ സാധ്യമല്ല. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചിട്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്, സമാധാനവും സന്തോഷവും രക്ഷയും നൽകിയിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ? എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനല്ല, കേൾക്കുന്നവനല്ല, കേട്ട് ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. അവൻ ആരാണ്? പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അതിന്റെ താഴത്തെ വാക്യത്തിൽ വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ. ഹല്ലേലൂയ. പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ ആ വീട് വീണു പോയില്ല. എന്തുകൊണ്ടാണ് വീണു പോകാതിരുന്നത്? അവൻ വചനം കേട്ട് ചെയ്യുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം വചനം കേൾക്കുന്നവനാണ്, എന്നാൽ ചെയ്യുന്നവനാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ കേട്ട് ചെയ്യുന്നവൻ ഇവിടെ വൻ തിരമാലകൾ ഉണ്ടാകും,
കൊടുങ്കാറ്റടിക്കും, വീട്ടിന്മേൽ വെള്ളം ആഞ്ഞടിക്കും, എന്നാൽ അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. കേട്ട് ചെയ്യുന്നവന്റെ അടിസ്ഥാനം പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിരിക്കും. കാറ്റുകളും തിരമാലകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും, എന്നാൽ വീണു പോകുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. നീ കേട്ടാൽ വീണു പോകും, എന്നാൽ കേട്ട് ചെയ്താൽ ഒരിക്കലും നിനക്ക് വീണു പോകുവാൻ ഇടയാവുകയില്ല. കാരണം നിന്റെ അടിസ്ഥാനം ദൈവത്തിനാകുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നത് എല്ലാം തീ കൊണ്ട് ശോധന ചെയ്യും. തീയിൽ കരിഞ്ഞു പോകുന്നതൊന്നും നിലനിൽക്കുന്നതല്ല, എന്നാൽ തീയിൽ നിൽക്കുന്നതെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ളവരാണ്. ഇവിടെ വായിച്ചു കേട്ടത്, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ഈ വചനങ്ങളെ കേൾക്കുന്നവരൊക്കെയും കേട്ട് ചെയ്യുന്നവനൊക്കെയും. അപ്പോൾ ഈ ആലയത്തിൽ ദൈവം നമ്മെ വിളിച്ചത് കേൾക്കേണ്ടതിനല്ല, പ്രസംഗം നല്ലതാണ്, വചനം നല്ലതാണ് എന്ന് പറയേണ്ടതിനല്ല, കേട്ട് ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. കേൾക്കുന്നവരാണ്, പക്ഷെ നാം ചെയ്യുന്നവരല്ല. കേൾക്കുന്നവരാണ്, നാം അനുസരിക്കുന്നവരല്ല. കേൾക്കുന്നവരാണ്, അതിനൊത്തവണ്ണം നാം ജീവിക്കുന്നവരല്ല. കേൾക്കുന്നവരാണ്, നമ്മുടെ അടിസ്ഥാനം സർവശക്തനായ ദൈവത്തിങ്കിലല്ല. ഇവിടെ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അതിന്റെ താഴത്തെ വാക്യം, എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഹല്ലേലൂയ. വചനം കേട്ടിട്ട് ചെയ്യാത്തവനായിരുന്നാൽ സാധാരണ വീഴ്ചയല്ല, ഇവിടെ വായിച്ചു കേട്ടത് അതിന്റെ വീഴ്ച വലിയതായിരുന്നു. വലിയ വീഴ്ചയിലേക്കാണ് പോകുന്നത് എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ വചനം ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുന്നത് മണലിന്മേൽ വീട് പണിയുവാനല്ല. മണലിന്മേൽ വീട് പണിയുക എന്ന് വെച്ചാൽ വചനം കേട്ട് ചെയ്യാത്തവനത്രേ മണലിന്മേൽ വീട് പണിതവൻ. വന്മഴയുണ്ടാകും, തിരമാലകൾ ഉണ്ടാകും, വീട്ടിന്മേൽ വെള്ളം തിരമാലകളെല്ലാം ആഞ്ഞടിക്കും, എന്നാൽ അത് വീണു പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കാത്തവൻ വീണു പോകും, എന്നാൽ കേട്ടിട്ട് ചെയ്യാത്തവൻ. നമ്മൾ ആരുടെ കൂട്ടത്തിലാണ്? കേട്ടിട്ട് ചെയ്യാത്തവരുടെ കൂട്ടത്തിലാണ്. കേട്ടിട്ട് ചെയ്യാത്തവർക്കാണ് അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അത് പറഞ്ഞറിയിക്കുവാൻ കഴിയുകയില്ല. അതിന്റെ വീഴ്ച അത്രമാത്രം ഭയാനകമായിരിക്കും. ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ സാധാരണ വീഴ്ച ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അറിയുകയും ദൈവം നമ്മെ അനുഗ്രഹിച്ചതായിട്ടുള്ള അനുഗ്രഹം, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളാലും ദൈവം നമ്മെ കാണിച്ചതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. ദൈവം നമ്മെ സ്നേഹിച്ചതായിട്ടുള്ള അനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം മറന്ന് നിന്റെ അടിസ്ഥാനം ദൈവത്തിങ്കലല്ല എങ്കിൽ, കേട്ട് ചെയ്യുന്നില്ല എങ്കിൽ വീഴ്ച വലിയതായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. ആ വീടിന്റെ വീഴ്ച വലുതായിരുന്നു. ദൈവം നമ്മെ വിളിച്ചത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുവാൻ. ബുദ്ധിയുള്ള മനുഷ്യൻ വചനം കേട്ട് അത് ചെയ്യുന്നവനായിരുന്നു. വചനം കേട്ട് അത് ചെയ്യുന്നവനായിരുന്നു. എന്നാൽ ചെയ്യാത്തവന്റെ വീഴ്ച വലിയത് തന്നെയാകുന്നു. 21-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന് മകനെ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അവൻ അനുദപിച്ചു പോയി. ഹല്ലേലൂയ.
ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിലൊന്നാമത്തവൻ അടുക്കൽ പോയിട്ട് ഇപ്രകാരം പറഞ്ഞു, മകനെ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക. ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ വേല ചെയ്യേണ്ടതിന് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ ആ പ്രിയ മകൻ ഇപ്രകാരം പറഞ്ഞു, ഇല്ല, എനിക്ക് മനസ്സില്ല, എനിക്ക് പോകുവാൻ മനസ്സില്ല. എന്നാൽ അവൻ പിന്നത്തേതിൽ അനുദപിച്ചു, അപ്പൻ പറഞ്ഞതുപോലെ ചെയ്തു. നിന്റെ ആദ്യം പറയുന്നതല്ല ദൈവം കണക്കാക്കുന്നത്, നിന്റെ അനുതാപത്തോടുകൂടിയുള്ള യാത്രയാണ് ദൈവം കണക്കാക്കുന്നത്. അതിനർത്ഥം അവൻ അനുദപിക്കുവാനുള്ള കാരണം അപ്പനോട് പറഞ്ഞു, എനിക്ക് മനസ്സില്ല എന്നുള്ളത്. അപ്പൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പോവില്ല എന്നുള്ളത്. എന്നാൽ അവന് അനുതാപം വന്നു. എന്താണ്? എന്നെ സ്നേഹിച്ച, എനിക്ക് ജീവനെ നൽകിയ എൻ്റെ അപ്പനോട് ഞാൻ അനുസരണക്കേട് കാണിച്ചു. അപ്പൻ പറഞ്ഞത് ഞാൻ പ്രവർത്തിച്ചില്ല, അപ്പൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ല, അപ്പൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധ വെച്ചില്ല. അവൻ അനുതാപത്തോടുകൂടെ അവൻ രണ്ടാമത് പോയി. എന്നാൽ രണ്ടാമത്തവന്റെ അടുക്കൽ പോയി ഇപ്രകാരം പറഞ്ഞു. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ അവനോട് പറഞ്ഞപ്പോ, ഞാൻ പോകാം അപ്പ എന്ന് പറഞ്ഞു. പോയില്ല, അവൻ പോയില്ല. ഹല്ലേലൂയ. ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പോകാം അപ്പ, പോകാം അപ്പ എന്ന് നമ്മളെല്ലാവരും പറയുന്നവരാണ്. എന്നാൽ പോയിട്ടുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ നീ പോയിട്ടുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ നീ ചെയ്തിട്ടുണ്ടോ? ദൈവം പറഞ്ഞതുപോലെ നീ അനുസരിച്ചിട്ടുണ്ടോ? ഇവിടെ വായിച്ചു കേട്ടത് പോകാമപ്പ എന്ന് പറഞ്ഞു. എത്ര സ്നേഹത്തോടു കൂടിയാണ് അവൻ പറഞ്ഞത്. ആദ്യത്തവൻ പറഞ്ഞു, എനിക്ക് മനസ്സില്ല. അവൻ വെട്ടൊന്ന് മുറി 2 കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. അപ്പൻ എന്ത് വിചാരിച്ചാലും ശരി, എനിക്ക് മനസ്സില്ല. പക്ഷെ അവൻ രണ്ടാമത് അവൻ്റെ ഹൃദയത്തിൽ അനുതാപം വന്നു, അവൻ്റെ ഹൃദയത്തിൽ കുറ്റബോധം വന്നു. കാരണം അവനോടുകൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തവനോ, ഞാൻ പോകാം അപ്പ. എന്തൊരു സ്നേഹം! അവൻ്റെ വാക്കിൽ എന്തൊരു സ്നേഹം! ആദ്യത്തവൻ അപ്പാകിപ്പാന്നൊന്നും പറഞ്ഞില്ല, പോകാമെന്നും പറഞ്ഞില്ല, സ്നേഹം കാണിച്ചതുമില്ല. എന്നാൽ രണ്ടാമത്തവന് നല്ല തന്ത്രമുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ പോകാമപ്പ. അപ്പൻ എന്ത് പറഞ്ഞോ ഞാൻ അവിടേക്ക് പോകാം, എന്ത് വേണമോ ഞാൻ ചെയ്യാം. പക്ഷേ അവൻ പോയില്ല. ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം? ഈ 2 പേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തവൻ? ഒന്നാമത്തവൻ എന്നവർ പറഞ്ഞു. ഒന്നാമത്തവൻ എന്നവർ പറഞ്ഞു. യേശു അവരോട് ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പോകാമെന്ന് പറഞ്ഞ് പോകാതിരുന്നവനല്ല, സ്നേഹത്തോടുകൂടി അപ്പ എന്ന് വിളിച്ചവനല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തത്. പോകില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടും മാനസാന്തരപ്പെട്ടുകൊണ്ട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ടുള്ള മുടിയനായ പുത്രനെ പോലെ മാനസാന്തരപ്പെട്ടുകൊണ്ട്, ഏതിൽ നിന്നാണ് വീണിരിക്കുന്നത് എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ടുകൊണ്ട് അപ്പൻ പറഞ്ഞ ഇടത്ത് പോയതായിട്ടുള്ള ആ മകനാണ് അപ്പൻ ഏറ്റവും പ്രിയപ്പെട്ട മകനായി തീർന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, മുമ്പന്മാർ പലരും പിമ്പന്മാരായി തീരും. പോകാമെന്ന് പറഞ്ഞവരാരും പോവുകയില്ല, എന്നാൽ പോകില്ല എന്ന് പറഞ്ഞവരാണ് ഇന്ന് മുൻപിലുള്ളത്. അതുകൊണ്ട് ഇവിടെ വായിച്ചു കേട്ടത്, നിങ്ങൾക്ക് മുമ്പേ വേശ്യമാരും ചുങ്കക്കാരും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ കടക്കും. ചുങ്കക്കാരും വേശ്യമാരും നമുക്കും വായി കടക്കും എന്ന് നാം മറന്നു പോകരുത് എന്ന് ഇന്ന് പകൽക്കാല സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. പോകാമെന്ന് പറഞ്ഞിട്ട് പോകാത്തവനേക്കാളാണ് നല്ലതാണ് പോവില്ല എന്ന് പറഞ്ഞ് അനുതാപത്തോടുകൂടി പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൃദയം എപ്രകാരമാണ്? എത്ര പ്രാവശ്യമാണ് നാം ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ഉടമ്പടി ചെയ്തത്? അപ്പാ, ഞാൻ നീ പറയുന്ന ഇടത്ത് പോകാം, നീ പറയുന്നത് ഞാൻ ചെയ്യാം, നീ പറയുന്നത് ഞാൻ അനുസരിക്കാം, നിന്റെ പിന്നാലെ വരാം, എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, നിന്റെ ഇഷ്ടം പോലെ ഞാൻ ആയിത്തീരാം. എത്ര പ്രാവശ്യം നാം പറഞ്ഞു. എന്നാൽ അതുപോലെ പ്രവർത്തിപ്പാൻ നമുക്ക് എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട്? എന്നാൽ പോകില്ല എന്ന് തീർത്തു പറഞ്ഞ അനേകർ പോകുവാനിടയായി തീർന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. സോപ്പിട്ടത് കൊണ്ടോ
മുഖസ്തുതി പറഞ്ഞതുകൊണ്ടോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതുകൊണ്ടോ അപ്പൻ്റെ ഇഷ്ടമാവുകയില്ല എന്ന് മറന്നു പോകരുത്. എന്തെങ്കിലും ചെപ്പിടി വിദ്യ കാണിച്ചാൽ, അപ്പൻ്റെ മുമ്പിൽ നല്ലത് പറഞ്ഞാൽ, ആരാധന വരുമ്പോൾ മാത്രം നല്ലത് പറഞ്ഞാൽ, ആരാധനയിൽ വരുമ്പോൾ മാത്രം നീ പരിശുദ്ധനെന്ന് ആർപ്പിട്ട് ആരാധിച്ചതുകൊണ്ട് അപ്പന് പ്രിയമാവുകയില്ല. അവന് പ്രിയമാകണമെങ്കിൽ പറഞ്ഞത് നീ അനുസരിക്കുന്നവനായിരിക്കണം. വചനങ്ങളെ കേൾക്കുന്നവനല്ല, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ, മറന്നു പോകാത്തവൻ, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ മാത്രമേ അവന് പ്രിയ മകനായിട്ടുള്ളൂ. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. ഹല്ലേലൂയ. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പോൾ നാം വായിച്ചതായിട്ടുള്ള വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മറന്നു പോകുന്നവനാണ്. വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും വീണു പോകുന്നവനാണ്. വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും തകർന്ന തരിപ്പണമായി പോകുന്നവനാണ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം നാം വായിച്ചു കേട്ടത്, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് വാസ്തവത്തിൽ യഥാർത്ഥമായ ശിഷ്യന്മാർ. വചനം കയ്യിലുള്ളവരല്ല ശിഷ്യന്മാർ. വചനം എപ്പോഴെങ്കിലും കൊണ്ടുവരുന്നവരല്ല ശിഷ്യന്മാർ. വചനം എപ്പോഴെങ്കിലും വായിക്കുന്നവരല്ല ശിഷ്യന്മാർ. ഇവിടെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിനൊത്തവണ്ണം ജീവിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനകൾക്കൊത്തവണ്ണം നാം പ്രവർത്തിക്കുന്നു എങ്കിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനൊത്തവണ്ണം നാം മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായിത്തീരും. ഹല്ലേലൂയ. വാർദ്ധക്യത്തിലായിരിക്കുന്നതായിട്ടുള്ള കാലേബ് ഇപ്രകാരം പറഞ്ഞു, ആ പർവ്വതം എനിക്ക് തരിക, ഞാൻ ആ പർവ്വതത്തെ കീഴടക്കിക്കൊള്ളാം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ അപ്രകാരം പറഞ്ഞത്? അവനോട് ചെയ്തതായിട്ടുള്ള വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ വാർദ്ധക്യ സമയത്തും അവൻ ഒരുക്കമുള്ളവനായിരുന്നു. വചനം കേട്ട് പ്രമാണിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായിരുന്നു. അതുകൊണ്ട് ആ പർവ്വതത്തെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അവനോടുകൂടെയിരുന്നു. ഇവിടെ വായിച്ചു കേട്ടത് എന്റെ ശിഷ്യന്മാരായി. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ ശിഷ്യന്മാരാകേണ്ടതിന് വേണ്ടി. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് അവന്റെ സാക്ഷികളായി തീരേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് അവനാൽ അയക്കപ്പെട്ടവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ വിളിച്ചത് അവൻ പറയുന്ന ഇടത്തേക്ക് പോകേണ്ടതിന് വേണ്ടിയാണ്. അവൻ നമ്മെ വിളിച്ചത് അനുസരണമുള്ളവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. അവൻ നമ്മെ വിളിച്ചത് വചനം കേട്ട് പ്രമാണിക്കേണ്ടതിന് വേണ്ടിയാണ്. അവൻ നമ്മെ വിളിച്ചത് സ്വർഗരാജ്യത്തിൽ വലിയ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. വചനത്തിൽ നിലനിൽക്കുന്നവരാണ് ശിഷ്യന്മാരാകുന്നത്. വേറെ ഒരു യോഗ്യതയുമില്ല, വചനത്തിൽ നിലനിൽക്കണം. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നു, വചനത്തിൽ ഉറച്ചു നിന്ന ഒരു ബാധയും മടുക്കയില്ല, ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണു പോകില്ല. ഇടത്തോട്ട് വലത്തോട്ട് മാറല്ലേ നീ, വചനം വിട്ടൊരു നാളും പോകല്ലേ നീ. ഇടത്തോട്ട് വലത്തോട്ട് മാറല്ലേ നീ, വചനം വിട്ടൊരു നാളും പോകല്ലേ നീ. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കയില്ല, ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണു പോകില്ല. ഹല്ലേലൂയ. വചനത്തിൽ ഉറച്ചു നിന്നാൽ ഒരു ബാധയും അടുക്കുകയില്ല. ദൈവവചനത്തിൽ പിടിച്ചു നിന്നാൽ ഒരു നാളും വീണു പോവുകയില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറല്ലേ, വചനം വിട്ട് ഒരു നാൾ നീ പോകല്ലേ. പോകുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ
നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഹല്ലേലൂയ. വചനത്തിൽ നിലനിൽക്കുന്നവരാണ് ശിഷ്യന്മാർ. വചനം കേൾക്കുന്നവരല്ല, കേട്ട് ചെയ്യുന്നവനാണ് ശിഷ്യന്മാർ, അനുസരിക്കുന്നവനാണ് ശിഷ്യന്മാർ. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ചവരെല്ലാം കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നവരായിരുന്നു. യേശു തൻ്റെ ശിഷ്യനായ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിനക്ക് കിട്ടും. പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. പത്രോസ് യേശുവിൻ്റെ വാക്ക് കേട്ട് ചെയ്യുന്നവനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ അധ്വാനിച്ചു, രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടു, എനിക്കൊന്നും കിട്ടിയില്ല. അതിനർത്ഥം ഇതിലൊരു മീനുമില്ല, എൻ്റെ വലയിൽ കയറിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറങ്ങും. ഹല്ലേലൂയ. അതാണ് കേട്ട് ചെയ്യുന്നവൻ. അവൻ പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശി പെരുത്ത മീൻകൂട്ടം അവന് ലഭിപ്പാനിടയായി തീർന്നു. ലഭിപ്പാനുള്ള കാരണം കർത്താവ് പറഞ്ഞത് കേട്ട് അവൻ ചെയ്തത് കൊണ്ടാണ്. രണ്ടാമത് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് അനവധി ഉദാഹരണങ്ങളുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, പുരുഷാരത്തെ പന്തി പന്തിയായി ഇരുത്തുവാൻ. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 5 അപ്പവും 2 മീനും ഒരു ബാലകൻ്റെ കയ്യിലുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരുവേൻ, പുരുഷാരത്തെ ഇരുപ്പാനായിട്ട് കൽപ്പിച്ചു. ശിഷ്യന്മാർ യേശു പറഞ്ഞതുപോലെ ചെയ്തു. അതിൻ്റെ അനന്തരഫലം 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തു. അത് 5000 പുരുഷാരത്തിന് ഹല്ലേലൂയ കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെ അനവധി ഉദാഹരണങ്ങളുണ്ട്. കേട്ട് ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ, കേട്ട് ചെയ്യുന്നവനാണ് ശിഷ്യൻ, കേട്ട് ചെയ്യുന്നവനാണ് കർത്താവിനെ അനുഗമിക്കുന്നവൻ, കേട്ട് ചെയ്യുന്നവനാണ് വചനത്തിൽ നിലനിൽക്കുന്നവൻ, കേട്ട് പ്രവർത്തിക്കുന്നവനാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട മകൻ. അതുകൊണ്ട് അവൻ്റെ പ്രിയമകനായി, പ്രിയമക്കളായി നമുക്ക് മുന്നോട്ട് പോകാം. കേൾക്കുന്നവർ മാത്രമല്ല, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പ്രമാണിച്ചുകൊണ്ട് മറന്നു പോകാത്തവരായി. ഇവിടെ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്, കണ്ണാടിയിൽ നോക്കുന്നതായിട്ടുള്ള ആൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ രൂപം ഇന്നതാകുന്നു എന്ന് അവൻ മറന്നു പോകുന്നു. അപ്പോൾ നമ്മെ വിളിച്ചത് അക്കരയ്ക്ക് യാത്ര ചെയ്യുവാനാണ്. ഈ യാത്രയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് നമുക്ക് പോകുവാനുണ്ട്. ആ യാത്രയിൽ നാം നമ്മുടെ രൂപം മറന്നു പോകരുത്. നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റു പറയണം. അതിന് ആ രൂപം എപ്പോഴും കാണേണ്ടതിന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം നിലനിൽക്കുന്നവരായിരിക്കണം. ഈ യാത്രയിൽ ദൈവത്തെ മറന്നു പോകുന്നതായിട്ടുള്ള അനവധി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അനവധി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം വായിച്ചത് കേട്ടതുപോലെ വൻ തിരമാലകളും കാറ്റുകളും കൊടുങ്കാറ്റുകളും എല്ലാം നമ്മുടെ പടകിൽ ആഞ്ഞടിക്കും, നമ്മുടെ വീട്ടിൽ ആഞ്ഞടിക്കും. എന്നാൽ നാം നോക്കേണ്ടത് തിരമാലകളിലേക്കല്ല, നാം നോക്കേണ്ടത് കാറ്റിലേക്കല്ല, നാം നോക്കേണ്ടത് കടലിലേക്കല്ല. വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. ഹല്ലേലൂയ. വൻമഴ ചൊരിഞ്ഞു കൊള്ളട്ടെ, നദികൾ പൊങ്ങിക്കൊള്ളട്ടെ, കാറ്റടിച്ചു കൊള്ളട്ടെ, വീട്ടിന്മേൽ ആഞ്ഞടിച്ചു കൊള്ളട്ടെ, ഒരു നാളും വീട് പോവുകയില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറല്ലേ. വചനം വിട്ട് ഒരു നാൾ നീ പോകരുത്. ആ വചനത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാം. വചനത്തിൽ നിലനിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അവൻ്റെ ശിഷ്യനായി തീരാം. പോകില്ല എന്ന് പറഞ്ഞിട്ട് പോയതായിട്ടുള്ള ആ പുത്രനെ പോലെ അനുതാപത്തോടുകൂടി ദൈവസന്നിധിയിൽ വന്നുകൊണ്ട് അടിയനെ അയക്കണമെന്ന് യേശാവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുറിവാക്കി ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. എൻ്റെ ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് ഇന്ന രൂപമായിരുന്നു എന്ന് അവനുടനെ മറന്നു പോകുന്നു. അതിന്റെ 22ാമത്തെ വാക്യം കൂടി വായിക്കാം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. അപ്പോൾ വചനം കേൾക്കുന്നത് കൊണ്ട് കാര്യമായില്ല, കേട്ടാൽ തന്നെത്താൻ
ചെയ്തുകൊണ്ട് ചതിക്കാതെ. ചതിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രം ചെയ്താൽ നാം നമ്മെ തന്നെ ചതിക്കുന്നവരാണ്. നമ്മെ നിത്യമായ ശിക്ഷാവിധിയിലേക്ക് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നവരാണ്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത് വചനം കേൾക്കുന്നവർ മാത്രമല്ല, തങ്ങളെ തന്നെ ചതിക്കാതെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. അപ്പോൾ നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. ദൈവവചനം കേട്ട് ചെയ്യാതിരുന്നാൽ നാം നമ്മെ തന്നെ ചതിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം നാം കേട്ട് അനുസരിക്കാതെ പോയാൽ. അതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ കേട്ട് ചെയ്യുന്നവരായിരിപ്പിൻ എന്ന് ദൈവം നമ്മെ ഇന്ന് ഉപദേശിച്ചിരിക്കുന്നെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കാതെ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി, മരണം വരെയും കർത്താവിൻ്റെ രാജ്യം എത്തുന്നത് വരെയും അപ്പോസ്തലന്മാർ പോയതായിട്ടുള്ള വഴിയിൽ കൂടെ, ദൈവദാസൻ കാണിച്ചു തന്നതായിട്ടുള്ള വഴിയിൽ കൂടെ ചതിക്കാതെ, നാം നമ്മെ തന്നെ ചതിക്കാതെ, നമ്മെ തന്നെ വഞ്ചിക്കാതെ, നമ്മെ തന്നെ പറ്റിക്കാതെ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാന്തക്കോണം ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. കേൾപ്പിച്ചതായിട്ടുള്ള വചനത്തിന് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ.